ഹലോ ഫ്രണ്ട്സ്, ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഏറ്റവും ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരു 10-15 മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന, ലഞ്ചിന് കഴിക്കാൻ പറ്റുന്ന നല്ല 3 കറികളുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യണത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുതിര കുക്കറിൽ വേവിച്ച് വെച്ചിരുന്നു കേട്ടോ. ഒരു 2 വിസിൽ ഇടുമ്പോഴേക്കും മുതിര വെന്ത് കിട്ടും. അതിനുശേഷം ഇതുപോലെ ചെറുകായ കഴുകി കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ കളറ് ചേഞ്ച് ആവുമല്ലോ. ഒരു അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ അരപ്പ്, ഇത് ഫിഷ് കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയുടെ അരപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കല്ലുപ്പ് ചേർത്ത് അരക്കുക കേട്ടോ. കല്ലുപ്പും കൂടി ചേർത്ത് അരക്കുമ്പോൾ അരപ്പ് നല്ല നൈസായിട്ട് അരഞ്ഞ് കിട്ടും. ഇനി അതിലേക്ക് ഇത്തിരി സവാളയും ചേർത്തിട്ടാണ് അരപ്പ് റെഡിയാക്കിയിരിക്കുന്നത്. അരപ്പിലെ വെള്ളമൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ വീട്ടിലെ കറിയുടെ ആ ഒരു ആവശ്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതവിടെ ഇരുന്ന് ആകുന്ന സമയം കൊണ്ട് ഞാൻ ഒരു പാനിലേക്ക് ചേമ്പിൻ താള് നന്നായിട്ട് കഴുകി ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നമ്മൾ കഴുകി വാരിയിടുന്ന ആ വെള്ളം മതി. ഒരല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് അതൊന്ന് അടച്ച് വയ്ക്കാം. ആ ഒരു ടൈമിൽ നമ്മുടെ ഫിഷ് കറിയുടെ ഞാനിതിലേക്ക് കുടംപുളി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അരപ്പ് ചേർത്ത സമയത്ത് തിളച്ച് നന്നായിട്ട് ഇതുപോലെ തേങ്ങയിൽ നിന്നുള്ള വെളിച്ചെണ്ണയൊക്കെ ഇറങ്ങി നെയ്യ് തെളിഞ്ഞ് വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ഫിഷ് ചേർത്ത് കൊടുക്കുക. ഏത് തരം ഫിഷായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറി നല്ല ടേസ്റ്റ് ഉണ്ടാകും. ലാസ്റ്റ് ആകുമ്പോഴേക്കും കറിയിൽ നന്നായിട്ട് ഓയിലൊക്കെ തെളിഞ്ഞ് വരും. അപ്പോൾ അതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ കായും മുതിരയും കൂടിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ കായ ഒരുപാട് വെന്ത് പോകും. ഇനി മൺചട്ടിയിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം കടുക് ഇടുകയാണെങ്കിൽ കടുക് ഒരുപാട് അങ്ങോട്ട് പൊട്ടിത്തെറിക്കില്ല കേട്ടോ. അതിനുശേഷം സവാളയോ ചെറിയ ഉള്ളിയോ ചേർത്ത് കൊടുക്കാം. ഞാൻ മിക്സിയിൽ ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. വറ്റൽമുളകും കൂടി ചേർത്തിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചില്ലി ഫ്ലേക്സ് ചേർത്തുകൊണ്ട് ഉള്ളി മാത്രം ചതച്ചെടുത്തു. പിന്നെ ചതച്ച മുളക് ചേർത്തു, കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ വേവിച്ച് വെച്ചിരിക്കുന്ന കായ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇനിയിപ്പോൾ മുതിരയ്ക്ക് പകരം വൻപയറോ ഒക്കെ ചേർത്തിട്ട് ചെയ്താലും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ചെറിയ തീയിലിട്ട് ഇതുപോലെ ഒന്ന് വെള്ളമൊക്കെ തേർത്തി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കായയുടെ തോരൻ്റെ റെസിപ്പി. ഇനി ഇതിലേക്ക് ഉള്ളി ചതച്ച അതേ ജാറിലേക്ക് തന്നെ ഞാൻ കുറച്ച് തേങ്ങ, അതുപോലെ തൈര്, 1 സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഈ ചേമ്പിൻ താളെന്ന് പറയുമ്പോൾ അത്ര ഒരു കൊഴുപ്പില്ലാത്തൊരു സംഭവമാണല്ലോ. അപ്പോൾ തേങ്ങ അരച്ച് മാത്രം ചേർത്താലും അത്ര ഒരു തിക്നെസ് കിട്ടില്ല. ഇത് നല്ലൊരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് 1 സ്പൂൺ അരിപ്പൊടി തൈരും കൂടി ചേർത്തിട്ട് തേങ്ങയിലിട്ട് അരച്ചെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കറിവേപ്പില, ഒരു ചെറിയ എരിവില്ലാത്ത പച്ചമുളകൊക്കെ ആണെങ്കിൽ ഓരോന്നൊക്കെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു തിക്നെസ്സിൽ കിട്ടും. ഒരുപാട് തിളപ്പിക്കരുത് കേട്ടോ. ഇനി കടുക് വറുത്തിടുമ്പോൾ കടുക്, കറിവേപ്പില, വറ്റൽമുളക്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് താളിച്ചൊഴിക്കുമ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് കളറിൽ കിട്ടും. ഈ സമയം കൊണ്ട് ഫിഷ് കറി റെഡിയായി. ഞാൻ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറി ലീവ്സ് മാത്രമേ ചേർത്തിട്ട് കൊടുത്തിട്ടുള്ളൂ. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ താളിച്ചൊന്നും ചേർത്തിട്ടില്ല. ഇനി ചെറിയ ഉള്ളി താളിച്ചിടാൻ ഇഷ്ടമുള്ളവർക്ക് താളിച്ച് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള 3 എളുപ്പ കറികൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ വീഡിയോ കണ്ടിട്ട് മറക്കാതെ തന്നെ ലൈക്കും കമൻറ്റും, സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്ബൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോയ്ക്ക് താഴെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വരും, അതും ഒന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.